പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. നമ്മുടെ പുതുപ്പള്ളിയിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഞാറ്റുവേല കൃഷിയും അതുപോലെ കർഷക സഭയും നടക്കുകയാണ്. അപ്പം നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലുള്ള പല വാർഡുകളിലും ധാരാളം കൃഷികളൊക്കെ ഉണ്ട്. അതിന്റെ കാര്യങ്ങളെ, അതിന് മുന്നോട്ട് ഇനി അതിന്റെ പ്രവർത്തനം, അതിനെപ്പറ്റിയൊക്കെയാണ് കൃഷിഭവന്റെ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ നിന്ന് ക്ലാസ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിന്റെ വിശേഷങ്ങളൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ അനിലൻ ചാണ്ടി അവർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പല്ലം ബ്ലോക്ക് പഞ്ചായത്ത്, ബഹുമാനായ സി ബി ജോൺ അവർ, പല്ലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, ബഹുമാനായ മെമ്പർ കർഷക സുഹൃത്തുക്കള്, കുടുംബശ്രീ അംഗങ്ങളെ ഞാൻ അതിലേക്ക് കൊടുക്കുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നമ്മുടെ മെമ്പറുടെ സമിതി ചെയർപേഴ്സണെ ഏറ്റവും ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനായ ജാനിയോട്, അദ്ദേഹം നമ്മുടെ ADCയെ ക്ഷണിക്കപ്പെടുന്ന ഒരാളാണ് എല്ലാ ADCയിലും. അപ്പം നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പോൾ കിഴക്കേക്കര പാടശേഖരത്തിൻ്റെ സ്ഥലം ഉള്ളതാണ്. ഈ വർഷം കൃഷി ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കൃഷികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശം തരുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ബി ജോൺ അവർ, നമുക്ക് ഈ വർഷം കുഴിക്കട പാടശേഖരത്തിന് വേണ്ടി 30 HP മോട്ടോർ പെട്ടി കടയിൽ നൽകുവാൻ വേണ്ടി നേതൃത്വം നൽകിയതാണ് അദ്ദേഹം. കൃഷി ഉള്ളതാണ്. പറഞ്ഞതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ADCയിൽ വന്ന് വളരെ വ്യക്തമായി പഠിച്ച് നമുക്ക് വേണ്ടി നിർദ്ദേശം നൽകുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സൂചനകളുണ്ട്, ബഹുമാനപ്പെട്ട മോശമുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനസ്സിലുണ്ട്. മെമ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങൾ ഉള്ളത് മെമ്പറുടെ വാർഡിലാണ്. അപ്പോൾ പാടശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും സമീപിക്കുന്ന ആളാണ്. ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 17 ആളുകളോട് ബഹുമാനമായി ജിനുവി കുമാറുണ്ട്. രണ്ടുപേരോട് എനിക്ക് പേരാൻ കൂടിയിട്ടുണ്ടാകും. മെമ്പർ 17-ാം ആണ്ടിൽ നമ്മളൊരു പാഠം പരിശോധന ചെയ്തപ്പോൾ ഞങ്ങൾ അവസാനം വരെ ഞങ്ങളുടെ മുകളിൽ നിന്ന് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിന്നയാളാണ്. ആ മണിയപ്പുറ പാർട്ടിയുണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിഹാരമൊക്കെ അദ്ദേഹം ഞങ്ങളുടെ മുകളിൽ നിന്ന് ചെയ്തു തരികയുണ്ടായി. നിങ്ങളെ ഏറ്റവും ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കവിത മേഡം 8 കൃഷിഭവനാണ് ഒരു ബ്ലോക്കിലുള്ളത്. അപ്പം 8 കൃഷിഭവന് വേണ്ടി ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളൊരു ബുദ്ധിമുട്ടും ഈ ഒരിക്കലും ഉണ്ടാകുന്നതിലാണെന്ന് എടുത്തു വരണം. മേഡത്തെ ഏറ്റവും സ്നേഹത്തോട് ബഹുമാനത്തോടു കൂടി വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രിയപ്പെട്ട എൻ്റെ കർഷക സുഹൃത്തുക്കൾ, നമ്മളൊരു പരിപാടിയുടെ വിജയം എന്ന് പറയാൻ അവരുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് എല്ലാവരും ഒരു എത്തിച്ചേർന്നത്. അവരെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബഹുമാനായ സാമൂഹ്യ തോമസ് എല്ലാവരും തന്നെ എല്ലാവരെയും
കുടുംബശ്രീയിലെ പ്രവർത്തകര് റിസോഴ്സുകളിൽ നിന്നും അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സഹപ്രവർത്തകർ സ്മിത, സാബു, സുമേഷ്, സിന്ധു ഇവരെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കർഷകരെ എത്ര ആദരിച്ചാലും എന്ത് കൊടുത്താലും മതിയാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നു നിൽക്കുന്ന കർഷകരോട് പറയാം, എൻ്റെ 50 വാഴ കൊലച്ച് പറഞ്ഞ് പോലും അതിനകത്ത് പഴുത്ത് പോലും വെള്ളം കയറുന്നു. അത് നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം, എന്ത് കഷ്ടപ്പെട്ട് അത്രയും വാഴ വെച്ചത്. പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റില്ല. മണ്ണടിച്ച് നോക്കുന്നു, അങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നു, അതിനെ തോട്ടിലെ വെള്ളം നിൽക്കുന്നു. ഏറ്റവും അത്യാവശ്യം കൃഷിയാഫീസറും നിങ്ങൾ എല്ലാവരും എനിക്ക് പറയണം, നിങ്ങൾ എഴുതിയെടുക്കുന്നത് റോഡിലെ മണ്ണ് വാരാനൊരു സ്കീം ഉണ്ടാക്കി വെള്ളപ്പൊക്കം പോലെ ഒഴിവാക്കും. അങ്ങനെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ കൃഷിയായിരുന്നു. കാരണം ഇപ്പം നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ 4 കോടി രൂപയുടെ നെല്ല് ഇപ്രാവശ്യം നമുക്ക് വിൽക്കാൻ സാധിക്കും. എന്നിട്ട് 4 കോടി കഴിഞ്ഞ വർഷം അദ്ദേഹം കണ്ടെത്തി മുഴുവൻ വെള്ളം ചേർത്ത് കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും എല്ലാം ചെയ്ത് കൊയ്ത് കൊടുത്താണ് വെള്ളം ആ നെല്ല് ലഭിക്കാനുള്ളത്. അതേസമയം നാട്ടിലെ വെള്ളം മണ്ണ് മാറ്റുവാണെങ്കിൽ കുറേയൊക്കെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ അതിനെന്തെങ്കിലും ഒരു നടപടി കൃഷി ഓഫീസർ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നു കവിതാമാനത്തിനോട് പറയുകയാണ്, എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കുറേ കൂടെ കൃഷി നമുക്ക് ലാഭകരമായി കർഷകർ കൂടുതലുണ്ട്. ഇനി ഈ കർഷക സുഹൃത്തുക്കൾ കുറച്ച് വരും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ കർഷകരെ കാണത്തില്ല. അവരുടെ കുറ്റമല്ല, അവർ കൃഷി ചെയ്ത് വരുമ്പോൾ അവർക്കൊന്നും കിട്ടാനില്ല. പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവർ ചെയ്ത കർഷകരാണേലും സ്വന്തം പറമ്പിൽ പോലും അല്ല ചെയ്യുന്നത്, മറ്റുള്ളവരുടെ പറമ്പിൽ പാട്ടത്തിനടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തുമാത്രം നഷ്ടം വരുന്നു. എന്നാലും അവർ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ കുടുംബശ്രീക്കാരാണേലും അവരുടെ കൃഷി അവർ വിദ്യാജീവിതമായിട്ട് നടത്തി അവരും കർമ്മം കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെടി തുളസി ജഗതി വെച്ചുകൊണ്ടിരിക്കും. സമയമായപ്പോഴത്തേക്കും വെള്ളം കയറിപ്പോൾ ഭയങ്കര നഷ്ടം ബുദ്ധിശേഷിക്ക് വന്നു. എന്തിനും ബുദ്ധിശേഷി ഇപ്രാവശ്യം അവിടെ വാഴ വെച്ച് കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർഷകരെ എത്ര പ്രോത്സാഹിപ്പിച്ചാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ആനുകൂല്യം കൊടുത്താലും വളരെ സന്തോഷമുള്ളൂ, വളരെ നന്ദിയോടും അവർ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സമയമില്ലാതെ അറിയാൻ അറിയിക്കില്ല. എങ്കിലും കർഷകരെ കർഷകർക്ക് വന്ന് വളരെ സന്തോഷം അഭിമാനം. ഞാറ്റുവേല എന്നുള്ളത് ഞാറ്റുവേല അടിസ്ഥാനമാക്കിയുള്ള കൃഷി ഇത് കേരളത്തിൻ്റെ പൗരാണിക കാലത്ത് ഒരു വലിയൊരു സംഭാവനയാണ്. ജ്യോതിശാസ്ത്രത്തെയും അതുപോലെ തന്നെ കാലാവസ്ഥ ശാസ്ത്രത്തെയും അടിസ്ഥാനമാക്കി മഴയെ അടിസ്ഥാനമാക്കി നമ്മുടെ പുരാതന കാലത്ത് നമ്മുടെ മൺമറഞ്ഞവര് കേരളത്തിൽ നൽകിയ വലിയൊരു കാർഷിക രംഗത്തെ സംഭാവനയാണ് ഞാറ്റുവേല നൽകുന്നത്. ഈ ഞാറ്റുവേല കൃഷി അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സൂര്യനും ഭൂമിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ക്രാന്തി മണ്ഡലത്തെ 12 രാശിചക്രങ്ങളായി തിരിച്ച് ഓരോ രാശിചക്രത്തിനും ഓരോ മലയാള മാസത്തിന്റെ പേര് നൽകി അതിനിടയിൽ വരുന്ന 27 നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ നാളുകളെ അടിസ്ഥാനമാക്കി ഓരോ ഞാറ്റുനിലകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഞാറ്റുനിലയിൽ കൂടി ഏകദേശം ഒരു മാസത്തില് 2.5 ഞാറ്റുനിലകളുണ്ട്. ആ ഞാറ്റുനിലയിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഞാറ്റുനിലയും ഓരോ നക്ഷത്രത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ നക്ഷത്ര മണ്ഡലത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഞാറ്റുനില കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 13 ദിവസം മുതൽ 15 ദിവസം വരെ ഒരു ഞാറ്റുനിലയുണ്ട്. അപ്പോൾ ആകെപ്പാടെ 365 ദിവസത്തിനുള്ളിൽ 27 ഞാറ്റുനിലകളുണ്ട്. ഈ ഞാറ്റുനിലകൾ ഏകദേശം 10 ഞാറ്റുനിലകളിൽ മഴ ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഞാറ്റുനിലകൾ അടിസ്ഥാനമാക്കിയുള്ള കൃഷി നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖല വളരെ മാറിയിരിക്കുന്നു. പരമ്പരാഗതമായ വിത്തുകളുടെ ഉപയോഗമല്ല, ആധുനിക രീതിയിലുള്ള വിത്തുകൾ, അടിയ വസ്തുക്കൾ, കാർഷിക സംസ്കാരം എല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ കാർഷിക രംഗത്തെക്കുറിച്ച് പുതിയ തലമുറ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ പരിചയപ്പെടുത്തുന്നതിനും കൂടിയാണ് ഞാറ്റുവേല ചന്തകൾ നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത്. പരമ്പരാഗതമായ വിത്തുകളുടെ കൈമാറ്റം അതുപോലെ തന്നെ പരമ്പരാഗതമായ വിത്തുകളെ കുറിച്ച് നമ്മുടെ പുതിയ തലമുറയുള്ള അറിവ് കൊടുക്കൽ, അങ്ങനെ ഒരു നമ്മുടെ പുരാതന സംസ്കാരത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാറ്റുവേല ചന്തകളും അതുപോലെയുള്ള പരിപാടികൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ കർഷക സഭയെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും പ്രാദേശിക ഗവൺമെന്റുകളുടെയും
ഇതെല്ലാം കർഷക പങ്കാളിത്തമില്ലാതെ ഒന്നും നടപ്പാക്കിയ യാതൊരു കാര്യവുമില്ല. ഓരോ പ്രദേശത്തെയും കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലേക്ക് നമ്മുടെ പ്രദേശത്തെ കർഷകരുടെ ജീവിതത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും വികസനം ഉറപ്പാക്കുക എന്നതിന് ലക്ഷ്യത്തോടു കൂടിയാണ് കർഷക സഭകൾ നടപ്പാക്കുന്നത്. കർഷക സഭയിൽ നമ്മളോട് വെറുതെ വന്ന് പങ്കാളികളായിട്ട് പോയിട്ട് കാര്യമില്ല. കർഷക സഭയിൽ നല്ല ചർച്ചകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പരാതികൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ അങ്ങനെ ഒരു കർഷകരും ഉദ്യോഗസ്ഥരും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധം ഉറപ്പാക്കുന്നതിനാണ് കർഷക സഭ ഊന്നൽ കൊടുക്കേണ്ടത്. നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലും പുതുപ്പള്ളി കൃഷിഭവന്റെ കീഴിലുമുള്ള എല്ലാ കർഷക സുഹൃത്തുക്കളെയും വളരെ ആഗ്രഹവും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവിടെ എല്ലാവരും പങ്കാളികളുണ്ട്. അവരുടെ ജീവിത രീതിക്കും അവരുടെ കൃഷി രീതിക്കും വേണ്ടുന്ന ആധുനികമായ അറിവുകളും അതുപോലെ തന്നെ സംസ്ഥാനത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനും നമ്മുടെ ഉദ്യോഗസ്ഥർ എപ്പോഴും സദാ ജാഗ്രതയോടെയാണ്. അവരുടെ ലക്ഷ്യത്തിലുള്ള സംവിധാനങ്ങളുണ്ടാകണം. അവരുടെ ജീവിതത്തിലുള്ള നല്ല ഉയർച്ച ഉണ്ടാകണം. അതിനുവേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളും നടത്തുവാൻ നമ്മൾ എല്ലാവരും ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു നല്ലൊരു കാർഷിക സംസ്കാരം നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുപ്പള്ളി കൃഷിഭവന്റെ കീഴിലുള്ള കർഷക സഭയും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തയും ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവർ, ഇന്നിവിടെ നമ്മൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും മെമ്പർമാരും എല്ലാവരും ഉൾപ്പെടെ ഞാറ്റുവേല ചന്തയും ഗ്രാമസഭയും എല്ലാ വാർഡുകളിലും സഭ നടത്തി ശേഷം അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങളും പിന്നെ മറ്റ് പ്രോജക്റ്റ് ഉൾപ്പെടുത്താൻ പറ്റിയ ആശയങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് മറ്റ് ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ മുഖ്യമായ ലക്ഷ്യം. ആരോഗ്യ വേള, അതായത് സൂര്യൻ്റെ വേള എന്നുള്ള നിലയ്ക്കാണ് ഞാറ്റുവേല എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അതായത് സൂര്യൻ കടന്നു പോകുന്ന ഓരോ നക്ഷത്രങ്ങളുടെയും പേരിലാണ് ഓരോ ഞാറ്റുവേലകളും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുള്ള ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ തിരുവാതിര ഞാറ്റുവേലയാണ്. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയുടെ പൂർവികർ പറയാറുള്ളത് തിരിമൊഴിയാതെ മഴയും